നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിന്റെ അതിഭീകര മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്ന നേതാവാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനാണ് ഇന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. പോലീസിന്റെയും ഗുണ്ടകളുടെയും കൊടിയ മർദ്ദനങ്ങളെ അതിജീവിച്ച് പോരാടി വന്നൊരു പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. അത്തരം ഒരു ഭരണ സംവിധാനത്തിൽ പോലീസുകാർ ഗുണ്ടകളായി അഴിഞ്ഞാടുന്നത് മുഖ്യമന്ത്രിക്കും CPM-നും നാണക്കേടാണ്. സർക്കാർ ശമ്പളം വാങ്ങുന്ന കാക്കയിട്ട ചില കാപാലികരാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ ഇടിച്ച് ഇഞ്ചപ്പരുവമാക്കിയത്. ഇതിനെതിരെ ആ ചെറുപ്പക്കാരൻ നൽകിയ പരാതിയടക്കം വലിച്ചെറിഞ്ഞു പോലീസ് മേധാവികൾ. ഒടുവിൽ കോടതിയാണ് കേസെടുത്തത്. ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ CCTV ദൃശ്യങ്ങൾ പരാതി ഉയർന്ന കാലത്ത് പോലീസ് മേധാവികൾ പരിശോധിച്ചിട്ടുണ്ടാവും. ഈ പോലീസുകാരെ അവർക്ക് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റുക എന്നതാണ് ആകെ ചെയ്ത നടപടി. മർദ്ദനം ഏറ്റ സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ്സുകാരൻ നേതാവും നമ്മളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നും ശമ്പളം വാങ്ങി അവർ ഇപ്പോഴും സുഖമായി ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ വിയ്യൂരിൽ പ്രിൻസിപ്പൽ SI ആയ നൂഹ്മാൻ, തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിലെ CPO-മാരായി ശമ്പളം വാങ്ങുന്ന ശശിധരനും സജീവനും, മണ്ണുത്തി സ്റ്റേഷനിലെ സന്ദീപ്, പോലീസ് സേന വിട്ട് ഇപ്പോൾ വില്ലേജ് ഓഫീസറായ സുഹൈർ, ഇവരാണ് ആ കൊടും ക്രിമിനലുകൾ. പരാതിയായപ്പോൾ സുജിത്തിനെ കൈക്കൂലി നൽകി കേസ് ഒതുക്കാനും ഇവർ ശ്രമിച്ചു. പോലീസുകാരെന്നത് പോകട്ടെ, ഗുണ്ടകളെന്നോ മനുഷ്യരെന്നോ വിളിക്കാൻ കഴിയാത്ത കൊടും ക്രിമിനലുകൾ. ഇവർക്ക് അന്നും ഇന്നും ഒത്താശ ചെയ്തു നൽകിയ പോലീസ് തലപ്പത്തുള്ളവർ, അന്നും ഇന്നും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയൻ, ഇവരെല്ലാം കുറ്റക്കാരാണ്. നെഞ്ചുനുറുങ്ങുന്ന ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഇവർക്കെതിരെ നടപടിയെടുക്കാത്തത് എന്താണ്? ഇതോ ഇടതു സർക്കാരിൻ്റെ പോലീസ് നയം? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മഞ്ചേരിയിൽ നിന്നും ശ്രീ മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മുഹമ്മദ്, ഇന്നലെയൊക്കെ ഞാനും നിങ്ങളുമൊക്കെ ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ നമ്മുടെ ചോര തിളച്ചു പോകുന്ന ദൃശ്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാക്കിയിട്ട കാപാലികർ ഇപ്പോഴും പോലീസ് സേനയിൽ കാക്കിയിട്ട് ഞാനും നിങ്ങളുമൊക്കെ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നും ശമ്പളം വാങ്ങി ജീവിക്കുന്നു എന്നുള്ളത്. ഇവരെ ഇനിയും നടപടിയെടുക്കാൻ തയ്യാറാവാത്തത്, അതും പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. ഞാനും ആ കാര്യത്തിൽ സങ്കടപ്പെടുകയാണ്. കാരണം വെച്ചാൽ ഞാൻ കുറെ കണ്ടപ്പോൾ ഞാൻ ഓർത്തത് എന്താ, ഈശ്വരവാര്യരുടെ മകനെ പണ്ട് പിന്നെ കായണ്ണ സ്റ്റേഷനിലും കക്കയുണ്ടാകുമ്പോഴും ചവിട്ടിയമർത്തിയ ആദ്യം നേരിട്ട ആൾക്കാരാണ് നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റും മറിച്ചൊക്കെ. അപ്പോ ഇന്നിപ്പോ അവരും ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലൊരു വലിയ കഷ്ടമാണ്. ഈ നേരം വരെ സസ്പെൻഡ് ചെയ്തതോ വേറുള്ളതോ ഒന്നും പേപ്പറിൽ അല്ല ചാനലിലൊന്നും കണ്ടോന്നില്ല. ഇത് ഒരു ചാനൽ പറഞ്ഞു മുഖ്യമന്ത്രി കാണുന്നുണ്ടോ ഇത് എന്നും ചോദിച്ചു വന്നു. പക്ഷെ ഇങ്ങനെ കുറച്ച് കാട്ടാളന്മാരുണ്ട് ഇതില്. ആ കാട്ടാളന്മാരാണ് ഈ സർക്കാരിനെ പരാജയപ്പെടുത്തുന്നത്. ഇത് വളരെയധികം മോശമാണെന്നുള്ള എന്റെ അഭിപ്രായം. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. സാധാരണ രീതിയിലടക്കം പ്രതിപക്ഷത്തിന് അനുകൂലമായ അഭിപ്രായം പറയുന്ന ഒരാൾ കൂടിയാണ് ഇത്തരത്തിലേക്ക് ശക്തമായി തന്നെ പ്രതികരിക്കുന്നത് എന്ന് കൂടി കാണണം. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട്, ഈ ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെയാണ് കാണുന്നത്, പക്ഷേ ഈ ദൃശ്യങ്ങൾ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന മേധാവിമാർ അവരെന്നോ കണ്ടതാണ്. കണ്ടിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ ഈ സ്റ്റേഷനിൽ നിന്ന് മാറി മറ്റൊരു സ്റ്റേഷനിൽ ജോലി ചെയ്യൂ, അതിനപ്പുറം വലിയ തെറ്റൊന്നും ഇവർ ചെയ്തിട്ടില്ല എന്ന്. ഇവരൊക്കെ പോലീസ് സേനയിൽ ഇരിക്കാൻ യോഗ്യരായ മനുഷ്യരാണോ? സാറ് നമസ്കാരം. സാറ് അറിയാം, ചില്ലിപ്പഴന്റെ തമ്പാഞ്ച് ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ്. അടിയേണ്ട സമയത്ത് എനിക്ക് 15 വയസ്സാണ്. ഇഷ്ടംപോലെ അടി ഞങ്ങൾ കൊണ്ടിരിക്കുന്നതാണ്. അന്ന് ഞങ്ങളുടെ പാർട്ടിക്കാർ എന്റെ വീട്ടിലാണ് ക്യാമ്പ് അടിച്ച് കിടന്നത്. അത്രയ്ക്ക് പേര് ഞാൻ 15 വയസ്സിൽ അടികൊണ്ടിരിക്കും, എന്റെ അമ്മ അടികൊണ്ടിരിക്കും, അച്ഛൻ അടികൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പോലീസാണ് ന്യായമായിട്ട് പറഞ്ഞല്ല. പിന്നെ അവരെ ഈ യൂത്ത് കോൺഗ്രസിൽ അവരെ ഭാഗത്ത് തെറ്റുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെങ്ങനെ ശ്രീ മഹി? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, യൂത്ത് കോൺഗ്രസ്സുകാരുടെ തെറ്റുണ്ടോ തെറ്റില്ലയോ എന്നൊക്കെ മറ്റു കാര്യം. പോലീസുകാർക്ക് അടിക്കാൻ ആരാണ് അധികാരം കൊടുത്തത്? സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരനായ ഒരു പൗരനെ അടിച്ച് ഇഞ്ചപ്പരിമാക്കാവോ? അയാൾ വഴിയിൽ നിന്നാണ്, അയാളുടെ സുഹൃത്തുക്കളെ പോലീസുകാർ വന്ന് മോശമായി പെരുമാറിയപ്പോൾ ചോദ്യം ചെയ്താണ് ആകെ ചെയ്ത തെറ്റ്. അത് തെറ്റാണോ? അത് ശരിയാണ്. അയാളുടെ കൈ തെറ്റുണ്ടെങ്കിൽ അടിക്കാൻ ഇവർക്കാർക്കാണ് അധികാരം കൊടുത്തത്? താങ്കൾ എങ്ങനെയാണ് ഈ കാപാലിയന്മാരെ ന്യായീകരിക്കുന്നത്? താങ്കൾക്ക് പോലീസിന്റെ കയ്യിൽ നിന്ന് അടികിട്ടിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുന്നവരെ? തെറ്റ് ചെയ്താൽ അടിക്കൂ ഇവര്. 57 EMS മുഖ്യമന്ത്രിയായപ്പോ
രാത്രി പോലീസുകാർ വീട്ടിൽ കയറാൻ പാടില്ല, പെണ്ണുകൾ തനിച്ച് വീട്ടിൽ കയറാൻ പാടില്ല ഒരു നിയമം കൊണ്ടത്. അത് സാറിന് അറിയാം. എനിക്ക് പുറത്തം കുറവാണ്. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇതെല്ലാം അനുഭവിച്ച് കടന്നു വന്നവരാണ്, കൊടിയ പീഡനങ്ങൾ കടന്നു വന്നവരാണെന്ന് കേരളം ഭരിക്കുന്നത്. അവർക്ക് ഈ പോലീസിന്റെ ക്രൂരത അറിയാം. അപ്പോൾ അവർ ഭരിക്കുമ്പോഴല്ലേ ഇത് നന്നാക്കേണ്ടത്? അതുകൊണ്ട് ഇത് ഇവരെ തെറ്റില്ല. സാറേ ഒന്ന് അന്വേഷിക്കും വന്നാൽ ഞാൻ കാണിച്ചു തരാം. എന്ത് തെറ്റ് ചെയ്താലും അടിക്കാൻ ഇവർക്ക് യാതൊരു അവകാശമില്ല മഹി. അങ്ങനെ ഒരു അവകാശമില്ല. ഗുണ്ടകൾ ചിലപ്പോൾ പോലീസിനെ അടിച്ചെന്നിരിക്കും, പക്ഷെ പോലീസിന് ആരെയും അടിക്കാൻ അധികാരമില്ല. ഇപ്പൊ ഈ സംവിധാനം എന്ന് പറയുന്നത് നിയമം പാലിക്കാനാണ്. അല്ല നിയമം ലംഘിക്കാനാണെങ്കിൽ പോലീസ് വേണ്ടല്ലോ, ഗുണ്ടകളെ ഏർപ്പെടുത്തിയാൽ മതിയല്ലോ. തിരിച്ച് ഒരു പോലീസുകാരനും അടിക്കാൻ അധികാരമില്ല. കാക്കിയിട്ടവർ നിൽക്കുന്നത് നിയമം പാലിക്കാനാണ്, അല്ല നിയമം ലംഘിക്കാനല്ല. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ എവിടെയും പോലീസുകാരൻ അടി കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെ പോലെ അല്ല അവർ, നമ്മളെ പോലെ അല്ല. സാധാരണക്കാരൻ നിയമം ലംഘിക്കുന്നത് പോലെയല്ല കാക്കിയിട്ടവൻ നിയമം ലംഘിക്കുന്നത്. അതിലും വലിയ തെറ്റാണ്. ശരി, ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും, ഇതൊക്കെ മേധാവികളൊക്കെ എന്നോ കണ്ട ദൃശ്യങ്ങളാണ്. CCTV ഉണ്ടായിട്ട് ഇത് അവസ്ഥയെങ്കിൽ CCTV ഇല്ലാത്ത കാലത്തൊക്കെ എന്ത് ക്രൂരതയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോഴും ഇവർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാവുന്നില്ല. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. പോലീസുകാരെ തെളിവ് വിളിച്ച് അവർ അടിക്കുമെന്നാണ് പറയുന്നത്. അപ്പോഴേ ഈ ഇടതുപക്ഷത്തിന് ഇതുവരെ അടി കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. പോലീസിന്റെ കയ്യിൽ നിന്ന് അവർക്ക് അടി കിട്ടിയിട്ടേ ഇല്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞാൽ സാറേ, സത്യം പറഞ്ഞാൽ ഈ അച്യുതാനന്ദൻ സാറോട് കൂടി ആ ഇടതുപക്ഷം തുടങ്ങി. ഇടതുപക്ഷം എന്ന് പറഞ്ഞ സാധനം ഇല്ലാണ്ടായി. കാരണം തലപ്പത്തിരിക്കുന്ന പിണറായി വിജയൻ സാറ് തന്നെയാണ് ഈ പുൽത്തെട്ടിയും ഇത് കൊടുത്ത് ഹെൽമെറ്റ് കൊടുത്ത് അടിച്ചപ്പോഴത്തേക്ക് സംരക്ഷണ സേന എന്ന് പറഞ്ഞ പ്രോത്സാഹനം കൊടുത്ത് അവാർഡും കൊടുത്തത് അദ്ദേഹമാണ്. പിന്നെ ഇവരെ കുറ്റം പറഞ്ഞിട്ട് എന്തോന്ന് കാര്യം സാറേ. എനിക്ക് വേറൊന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, ഇയാള് ഈ സമരത്തിന് പോയ ആളല്ല, ഇത് സമരത്തിന് പോയതല്ല. തൊട്ടടുത്ത് നിന്ന് ആൾക്കാരെ അകാരണമായിട്ട് ഇവര് അനാവശ്യം പറഞ്ഞപ്പോഴത്തേക്ക് എന്താ സാറെന്ന് എന്തോ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇയാൾ ചെയ്ത തെറ്റ്. പിന്നെ ഉള്ള കാര്യം സാറേ, ഈ സമരം ഇന്നലെ തന്നെ മനുസാറ് ചോദിച്ചു, നിങ്ങളെന്തേ കോൺഗ്രസ്സുകാരെ ഉണ്ടായിരിക്കണമെന്ന് ചോദിച്ചു. ഇന്നലെ തന്നെ നമ്മളത് തുടങ്ങിയതാണ്. ഇന്ന് സാർ കണ്ടതല്ലേ സാറേ, ഈ പേർ പറഞ്ഞ് എത്ര എണ്ണത്തിനാണ് ഇവർ തല്ലിച്ചത്. ഇന്നെങ്കിലും അവർക്കൊന്ന് വെറുതെ ഇരുന്നൂടായിരുന്ന. ഇത് കണ്ട ആരാണ് സമരത്തിന് ഇറങ്ങാത്ത? ഇത് ജയകുമാർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ന് സമരത്തിനിറങ്ങുന്ന ആളുകളോടെങ്കിലും മര്യാദ കാണിക്കാൻ ബാക്കി മര്യാദയുള്ള പോലീസുകാരെങ്കിലും തയ്യാറാവേണ്ടത് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ശ്രീ MB മണിയാണ് ഷൊർണൂരിൽ നിന്നും. ശ്രീ MB മണി, ഒരു ആധുനിക ലോകത്ത് ഒരു എടുത്തും അംഗീകരിക്കാൻ കഴിയില്ല പോലീസുകാരിങ്ങനെ അവിടെ കൊണ്ടുവരുന്ന ഒരാളെ മർദ്ദിച്ച് അവശനാക്കുക. ഇയാൾ ഒരു തെറ്റും ചെയ്ത മനുഷ്യനല്ല. വഴിയിൽ നിന്ന് നാട്ടുകാരോട് അയാളുടെ സുഹൃത്തുക്കളോട് പോലീസുകാർ അപമര്യാദയായി പെരുമാറിയപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിക്കുക മാത്രമാണ് ചെയ്തത്. അതല്ല ഇനി തെറ്റുകാരനെ കൊണ്ടുവന്നാൽ പോലും ഇങ്ങനെ ഇടിക്കാൻ ഇവർക്ക് ആരാണ് അവകാശം നൽകിയത്? ഇത് നമ്മുടെ നിയമ സംവിധാനത്തിൽ നിലനിൽക്കുന്ന പ്രശാസ്ത്രീയമാണ്. അതായത് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കുമ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയും എഴുത്തു പരീക്ഷയും അഭിമുഖവും മാത്രമാണ് പരിഗണിക്കുന്നത്. ഇത് പോരാ. വിദ്യാഭ്യാസ യോഗ്യതയോടൊപ്പം ഈ വ്യക്തികൾക്ക് വ്യക്തിഗത നല്ല തെളിവിലാണ്. അതല്ലാതെ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നല്ല വ്യക്തിത്വം ഇല്ലാത്തവരും ജനങ്ങളോട് മാന്യമായി പെരുമാറാൻ അറിയാത്തവരും നല്ല ചിന്തകളില്ലാത്തവരും കാര്യക്ഷമമായി ജോലി ചെയ്യാൻ കഴിവില്ലാത്തവരും ലഘു മാനസിക രോഗികളും മാനസിക വൈകല്യമുള്ളവരും കുറ്റവാസനമുള്ളവരും ജനവിരുദ്ധരും ജനദ്രോഹികളും എല്ലാം സർക്കാർ നിയന്ത്രിക്കാനാവും. അപ്പോൾ ഇവിടെ നമ്മൾ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. അടിസ്ഥാനപരമായി സർക്കാർ ഉദ്യോഗസ്ഥരെ എടുക്കുമ്പോൾ ഇവൻ ഈ തൊഴിൽ കൊള്ളാവുന്നവരാണോ എന്ന് ആദ്യം അറിയും. ഇപ്പൊ നമ്മുടെ ഈ വിദ്യാർത്ഥികളുടെ കയറുന്നത് ചെയ്യേണ്ട വെറും ഗുണ്ടായിസല്ലേ അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ ഈ തൊഴിലിന് പറ്റുന്നില്ല എന്ന് സർക്കാരിന് ബോധ്യപ്പെടുകയാണെങ്കിൽ ഒരു നിമിഷം വൈകരുത് പെൻഷൻ പോലും കൊടുക്കാതെ അവർ പറഞ്ഞു വിടണം. അല്ലെങ്കിൽ ഇതാ താങ്കൾ പറഞ്ഞത് തന്നെയാണ്. അങ്ങനെ ഈ തൊഴിലിന് യോഗ്യരായ മനുഷ്യരല്ല ഇവർ എന്നത് ഈ ദൃശ്യങ്ങളോളം മറ്റൊരു തെളിവ് വേണ്ടതില്ല. അത്രത്തോളം ക്രൂരമാണ് ആ ദൃശ്യങ്ങൾ. ശ്രീ ബാലകൃഷ്ണൻ നായരാണ്, കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാലകൃഷ്ണൻ നായർ, ഈ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ അന്ന് ഇന്ത്യക്കാരെയൊക്കെ പോലീസുകാർ ഈ മട്ടിൽ തല്ലിച്ചതയ്ക്കുമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തല്ലിച്ചതയ്ക്കാനുള്ള അധികാരമൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഈ പുതിയ കാലത്ത്, അതും ഈ 2020 ശേഷം 2022-23 നടക്കുന്ന സമയത്ത് പോലും ഇങ്ങനെയൊക്കെയാണ് ഈ പോലീസുകാർ ചെയ്തെങ്കിൽ ഇപ്പോഴും അവർക്ക് സംരക്ഷണം ആരൊക്കെ ഒരുക്കുന്നുമുണ്ട്? നമസ്കാരം സാർ. നമസ്കാരം. 2 ദിവസമായി നിങ്ങളെ ഈ അക്രമം ജനമധ്യത്തിൽ കൊണ്ടുവന്ന് നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. അത് അത്രയ്ക്കും നിഷ്ഠൂരമായിട്ടുള്ള സംഭവമാണ് പോലീസിന്റെ അടുത്ത് നേരിൽ കാണല്ലേ. അപ്പോ ഇത് പോലീസുകാർ മാത്രം, പോലീസ് അവരെ കൊണ്ട്
ചെയ്യിപ്പിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2 കൊല്ലമായിട്ട് ഇത് ജനം അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോ അവർക്ക് യാതൊരുവിധ പിന്നെ സസ്പെൻഷനോ മറ്റുള്ള നിയമ നടപടികളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അവർക്ക് ആകെ ഉണ്ടായ ഒരു ആഭ്യന്തര നടപടി നേരത്തെ എസ് പി അന്വേഷിച്ച് ഇവരുടെ കയ്യിൽ നിന്ന് വീഴ്ച വന്നിരുന്നു എന്ന് കണ്ടെത്തി. അതിന് സാധാരണ ഒരു വീഴ്ച പോലെ ഒരു ചെറിയൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ അവരെ ആ സ്ഥലത്ത് നിന്ന് മാറ്റി മറ്റു പോലീസ് സ്റ്റേഷൻ, അതൊരു ശിക്ഷാ നടപടിയൊന്നുമല്ല. അല്ല, ഇത് പിന്നെ കോടതി വിളിച്ചത് വിട്ടാരെയാണല്ലോ ഇതിപ്പം നമ്മളൊക്കെ അറിയുന്നത്. ഇത് വളരെ ഒരു കഠിനമായിട്ടുള്ളൊരു പിന്നെ അവസ്ഥയായിപ്പോയി സാറ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഷിജു കിരിയത്തിന്റെ നമുക്ക് ചില യൂട്യൂബ് സന്ദേശങ്ങൾ കൂടി വായിക്കേണ്ടതുണ്ട്. നമസ്കാരം കിരൺ, സുഖമാണോ? ഹാപ്പി ഓണം എന്ന് പറയുന്നത് ഷിജു കിരിയത്ത്. ഓണം വിഷസ് ഒക്കെ നേരാൻ മഞ്ജുഷ് ഗോപാലിനും രേണുകയ്ക്കും പ്രവീണ ചേച്ചിക്കും ഒക്കെ ഓണം വിഷസ് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരംവെട്ട് മറ്റൊന്ന് ഇത് പറഞ്ഞേക്കുന്നത് ദിസ് റിമൈൻസ് മീ ഓഫ് ജയറാം പടിക്കൽ ആൻഡ് പുലിക്കോടൻ നാരായണൻ ഡ്യൂറിങ് എമർജൻസി. അത് തന്നെയാണ് എമർജൻസി കാലത്തൊക്കെ അന്നത്തെ കാലത്ത് അന്ന് പ്രതിഷേധിച്ചവരെയൊക്കെ അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും കൊന്ന് കുഴിച്ചു മൂടുകയും ഒക്കെ ചെയ്തിരുന്നു. പോലീസിന് അതിനൊക്കെ അധികാരമുണ്ട് എന്നാണ് ധരിച്ചിരുന്നത്. അതേ പോലീസിൻ്റെ സംവിധാനത്തിൻ്റെ ചില ക്രിമിനൽ എലമെൻറ്റുകൾ അല്ലെങ്കിൽ ചില മാനസിക വൈകല്യമുള്ള പോലീസുകാർ ഇന്നും പോലീസ് സേനയിലുണ്ട്. ഇവരൊക്കെ ഇപ്പോഴും പോലീസ് സേനയിൽ വിവിധ സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുന്നു എന്നതുകൂടിയാണ് ആ നാട്ടിലൊക്കെ എങ്ങനെയായിരുന്നു ജനം ജീവിക്കുന്നതെന്ന് കൂടി നമ്മളെ ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. അത്തരം ഇതിന് കർശനമായ നടപടി ഉണ്ടാവണമെന്നും ക്രിമിനൽ സ്വഭാവമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെ ചെയ്യുന്നത്, എല്ലാവരെയും ഇതുപോലെ കാണാൻ പറ്റില്ലെന്നും രഘുനന്ദനൻ തിരുവില്ലാമരം പറയുന്നു. അങ്ങനെ തന്നെയാണ്, ഞങ്ങൾ എല്ലാവരെയും ഒരിക്കലും കാണുന്നില്ല. പോലീസ് സേനയിൽ മഹാഭൂരിപക്ഷം പേരും നന്നായി പണിയെടുക്കുന്നവരാണ്. ഈ ഓണനാളുകളിൽ മഹാഭൂരിപക്ഷം മലയാളികളും വീട്ടിൽ നിന്ന് ഓണം ഉണ്ണുമ്പോൾ വീട്ടിൽ നിന്ന് ഓണം ഉണ്ണാൻ കഴിയാതെ നാട്ടിൽ ഇറങ്ങി നിൽക്കേണ്ടി വരുന്ന ആളുകളാണ് പോലീസുകാരിൽ മഹാഭൂരിപക്ഷം പേരും. അവരാരും ഇത്തരക്കാരല്ല. അവർക്ക് കൂടി നാണക്കേടാണ്. ഈ പോലീസിനാകെ നാണക്കേടാണ്. ഇവരെ ആരൊക്കെ സംരക്ഷിക്കുന്നോ അത് ഈ സേനയ്ക്ക് നാണക്കേടാണ്, കേരളത്തിന് നാണക്കേടാണ്, മനുഷ്യന് തന്നെ നാണക്കേടാണ് ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത്. ശ്രീ ഗൗതമാണ് കാസർഗോഡ് നിന്നും. ശ്രീ ഗൗതം, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? താങ്കൾ ഇച്ചിരി ഉറക്കെ പറയുമോ? ഹലോ ശ്രീ ഗൗതം, ഉറക്കെ പറയുമോ? ഹലോ, പോലീസിന്റെ നരനായാട്ടല്ലേ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടത്? ശക്തമായ പ്രതിഷേധം വേണം ഇതുമായി ബന്ധപ്പെട്ട്. ശരി, പറയുന്നവർ ഇച്ചിരി ഒന്ന് ഫോൺ അടുത്തോട്ട് പിടിച്ച് ഉറക്കെ പറഞ്ഞാൽ നന്നായിരുന്നു. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ പോലീസിന്റെ നടപടി, അവരെ സംരക്ഷിക്കുന്നവരുടെ നടപടിയെക്കുറിച്ച് പറയാനുള്ളത്? കിരൺ സാർ നമസ്കാരം. നമസ്കാരമുണ്ട്. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമല്ലേ സാർ? ഇതൊക്കെ നോർത്ത് ഇന്ത്യയിൽ 360 ദിവസവും നടക്കുന്നതല്ലേ? കേരളം നമ്പർ 1 അല്ലേ സാർ? എന്തിനാ സാർ ഇതിനൊരു ചർച്ച? ഈ ചർച്ചയിൽ ആവശ്യമില്ല. കേരളം നമ്പർ 1. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ ഡെയിലി നടക്കുന്നതാണ് സാർ. നോർത്ത് ഇന്ത്യയിൽ ഇത് ഡെയിലി നടക്കുന്നതാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷെ കേരളം പോലൊരു നാട്ടിൽ ഇത് അനുവദിക്കാൻ ആവില്ല. അതുകൊണ്ട് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യക്കാർക്ക് ചിലപ്പോൾ ഉത്തർപ്രദേശിലോ ബീഹാറിലോ ഒന്നും ഇതൊരു വലിയ സംഭവമായി തോന്നില്ല. അവിടെ പോലീസുകാർക്കൊക്കെ വലിയ അധികാരമുണ്ട്. അവർ നാട്ടുകാരെ അടിക്കുകയും പിടിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്ത് പരാതിയുമായി ചെല്ലുന്നവരടക്കം പീഡിപ്പിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അതുപോലെ അല്ല കേരളം. കേരളം മെച്ചപ്പെട്ട ഒരു നാടാണ്. ആ നാട്ടിൽ ഇത്തരം വൃത്തികേടുകൾ വന്നാൽ ചോദ്യം ചെയ്യും. അല്ല, സാറ് പറയുന്നത് വളരെ കറക്റ്റാ. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ളല്ലോ ബീഹാറും നോർത്തും ബോംബെയും മഹാരാഷ്ട്രയും ഒന്നും പ്രവർത്തിക്കുന്നത്. സാറിന്റെ ചാനലിനൊക്കെ അതൊക്കെ എപ്പോഴും പറയുന്നതാണല്ലോ. ഇന്ത്യൻ ഭരണഘടനയിൽ ബാധകമല്ലല്ലോ. അവിടെ എങ്ങനെ നടക്കാൻ കേരളം വളരെ ഡിഫറൻ്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒറ്റപ്പെട്ട സംഭവം സാർ. ഇതൊന്നും ചർച്ച ചെയ്യേണ്ട സാറിന്റെ ചാനൽ. എന്തിനേ? നോർത്ത് ഇന്ത്യയിൽ 360 ദിവസവും നടക്കുമ്പോൾ കേരളത്തിൽ ഇത് ഒറ്റപ്പെട്ട ദിവസം ഉണ്ടാകും. എന്തിനാ സാർ ചർച്ച ചെയ്യുന്നത്? കേരളത്തിൽ ഇത്തരം തെറ്റുകൾ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കേരളം ചർച്ച ചെയ്യും. കേരളം എന്ന് പറയുന്നത് ഒരു നവോത്ഥാനത്തിന്റെ നാടാണ്. ആ നാട്ടിൽ പോലീസുകാർ ഇങ്ങനെ അഴിഞ്ഞാടിയാൽ കേരളം ചർച്ച ചെയ്യും. മറ്റു നാടുകളിൽ ചിലപ്പോൾ അതൊരു സ്ഥിരം പതിവായതുകൊണ്ട് ചിലപ്പോൾ അവിടെ ചർച്ച ഉണ്ടാവില്ല. മറ്റ് നാടുകളിൽ സ്ഥിരം പതിവാന്ന് ഔദ്യോഗികമായിട്ട് സാറിന് പറയാനാവോ? പറയാൻ കഴിയും. പറയാൻ കഴിയില്ല. കഴിയും ശ്രീ ബാലകൃഷ്ണൻ. കേരളത്തിലെ കുറച്ച് പോലീസുകാർ ഈ വൃത്തികേട് കാണിക്കുന്ന അതിനെതിരെ നമ്മൾ ശക്തമായി പറയുക തന്നെ ചെയ്യും. എന്ന് കരുതി കേരള പോലീസ് ആകെ മോശക്കാരാണെന്നോ കേരള പോലീസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാട്ടിലെ പോലീസുകാരുടെ അത്ര കഴിവിൽ അവരെക്കാൾ മോശക്കാരാണെന്നൊക്കെ പറയാം. കേരള പോലീസ് മെച്ചപ്പെട്ട പോലീസ് തന്നെയാണ്. കേരള പോലീസ് പരമാവധി മാന്യമായി ജനങ്ങളോട് ഇടപെടുന്ന പോലീസ് തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിൽ ക്രിമിനലുകളുണ്ട്. ആ ക്രിമിനലുകളെ നിലനിർത്തുന്നത്, ആ പുഴുക്കുത്തുകളെ നിലനിർത്തുന്നത് സേനയ്ക്കാകെ നാണക്കേടാണ്. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആരാ സാർ ഈ സേനയെ നിയന്ത്രിക്കുന്നത്?
അത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. താങ്കളുടെ ഈ സേന ചാനലാണോ ഈ നിയന്ത്രിക്കുന്നവർക്ക് അടക്കം സേനയെ ഉത്തരവാദിത്തമുണ്ടെന്ന് ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് അടക്കം ഉത്തരവാദിത്തമുണ്ടെന്ന് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. സാറേ, ഞാൻ ഞങ്ങൾ അവിടെ ആരെയും ചോദിക്കുന്നത് വിളിപ്പിക്കാൻ നിന്നില്ലല്ലോ. താങ്കൾ ഈ അഭിപ്രായം സാറിനോട് പറയുന്നത് പോലെ പലപ്പോഴും താങ്കൾക്ക് ഉത്തരേന്ത്യയിൽ അങ്ങ് മഹത്തായ നടക്കുകയാണ്, കേരളത്തിൽ മാത്രം മോശമെന്ന സ്ഥിരം പറച്ചിലല്ലേ ഞങ്ങൾ പറഞ്ഞത്. കേരളത്തിൽ തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയും, നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയും. ഞാനിപ്പോ ഉത്തരേന്ത്യ നല്ലതാണെന്നാണ് പറഞ്ഞത്. അല്ല, താങ്കൾ സ്ഥിരമായി പറയുന്നതാണല്ലോ, ഞാൻ കേൾക്കുന്നതാണല്ലോ. അല്ല, ഞാനിപ്പോൾ പറഞ്ഞത് ഉത്തരേന്ത്യ ശരിയാണ്. ഉത്തരേന്ത്യയിൽ 360 ദിവസം, കേരളത്തിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. പക്ഷെ ഞാൻ എന്നെ വോട്ടറെ എന്റെ ചൂണ്ട വിരലിൽ ഒരു മഷി പതിയാറുണ്ട് ഒരു 5 വർഷം കൂടുമ്പോ. അതിന്റെ ഉത്തരവാദിത്തത്തിൽ ഞാൻ ചോദിക്കുകയാണ്, ഇതിന്റെ ഈ സേനയുടെ ഉത്തരവാദിത്തം ആർക്കാ സാർ? ആർക്കാണ് ഇത്? ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ, രണ്ടാമത് താങ്കളോടും പറഞ്ഞു. 5-6 തവണ പറഞ്ഞുകൊണ്ടെന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു ഉന്നമനം പിടിച്ച് സംസാരിക്കരുത്. ഉത്തരവാദിത്തം ആർക്കാണ്? ഞാൻ അങ്ങനെ ഒന്നും സംസാരിച്ചില്ല ബാലകൃഷ്ണൻ. ഞാൻ വളരെ കൃത്യമായും വ്യക്തമായും പറഞ്ഞു. ബാലകൃഷ്ണൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ BJPയോ അല്ലെങ്കിൽ RSSനെ പറയുമ്പോൾ ബാലകൃഷ്ണൻ നോവും. എനിക്ക് തെറ്റ് കണ്ടാൽ അങ്ങനെ നോവില്ല. ഏത് പാർട്ടിക്കാരനാലും തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയാനുള്ള ആർജവം എനിക്കുണ്ട്. ആ മിനിമം ആർജവം ബാലകൃഷ്ണൻ ആർജിക്കാണ് വേണ്ടത്. ഈ അടികൊണ്ട സുജിത്തിന്റെ കമ്മിറ്റ്മെന്റ് ആർക്കാണ് സാറ് വേണ്ടത്? ശരി ശ്രീ ബാലകൃഷ്ണൻ, താങ്കളുടെ ചോദ്യങ്ങളുടെ വോട്ട് മേടിച്ച ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിക്കാണ് ഇത് ഉത്തരവാദിത്തം. സാറിന് അതിന് ചാഞ്ചല്യം ഉണ്ടാവും, സാറിന്റെ ചാനലിനും. അതല്ല, താങ്കൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, അതിന് യാതൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം വളരെ കൃത്യമാണ്. ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം ഇതിൽ തന്നെ കിടപ്പുണ്ട്. താങ്കൾക്ക് എന്ത് വേണം, താങ്കളെ പോലെ അങ്ങനെ ചിലത് കാണുമ്പോൾ ന്യായീകരിക്കാൻ വേണ്ടി മെഴുകേണ്ട കാര്യമൊന്നും തൽക്കാലം എനിക്കില്ല. അതെങ്കിലും ബാലകൃഷ്ണൻ മനസ്സിലാക്കും. താങ്കൾക്ക് അങ്ങനെ മെഴുകേണ്ട കാര്യം കാണും, എനിക്കതില്ല. ഉത്തരേന്ത്യയിലാണെങ്കിൽ സാർ എന്താ കൊട്ടിഘോഷിക്കുക? കേരളത്തിൽ വോട്ട് ചെയ്യുന്ന വോട്ടറാ ചോദിക്കുന്നത്, കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയോട്. സേനയെ പരിചാരി അങ്ങ് സിസ്റ്റത്തിന്റെ കുറ്റം പറഞ്ഞ് എല്ലപ്പോൾ കൈമാറാൻ പറ്റില്ല. ശരി ശ്രീ ബാലകൃഷ്ണൻ. ശ്രീ മനോജാണ് കൊല്ലത്തുനിന്നും. ശ്രീ മനോജ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ ബിനോയ് ആണ്, ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബിനോയ്, കേരളത്തിന്, പോലീസിന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്കാകെ നാണക്കേടാണ് ഇത്തരം കൊടും ക്രിമിനലുകൾ ഇപ്പോഴും കാക്കിയിട്ട് ഈ സേനയിൽ തുടരുന്നു എന്നുള്ളത്. താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ശ്രീ ബിനോയ്, ആ TV ഒന്ന് മ്യൂട്ട് ചെയ്താൽ പറയാം പെട്ടെന്ന്. ദയവായി പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക്, പുതുതായി വരുന്ന പ്രേക്ഷകർ ഈ TV ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ TVയുടെ മ്യൂട്ട് ചെയ്ത ശേഷം വേണം നമ്മളോട് സംസാരിക്കാൻ. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പൊത്തംകോടുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, കണ്ടാൽ ആരുടെയും മനസ്സ് നിറഞ്ഞു പോകുന്ന, രോഷം കൊണ്ട് തിളച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇതൊക്കെ നേരത്തെ തന്നെ പോലീസ് മേധാവികളൊക്കെ കണ്ടതാണ്. അവർക്കൊന്നും ഇതൊരു വലിയ തെറ്റായി തോന്നിയില്ല. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്റെ ന്യൂസ് 18 ചാനലിനും അതിലെ എല്ലാവർക്കും, താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും എല്ലാവർക്കും നല്ലൊരു പോലീസിന്റെ ഇടികൊള്ളാത്ത ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്, പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ഈ നരാധവന്മാര് വേറൊരു കടുത്തൊരു കാര്യം ചെയ്ത്, അവന്റെ പൂണുനൂല് ഊരി വാങ്ങിക്കാൻ വേണ്ടി ഇവനൊക്കെ ആരാ അധികാരം കൊടുത്തത്? അവൻ ഒരു അമ്പലത്തിലെ ഒരു ശാന്തിക്കാരനാണ്. അവന്റെ പൂണുനൂല് ഊരി വാങ്ങിക്കുന്നത് CCTV വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നത് കേൾക്കുന്നില്ലല്ലേ? ഒരു കോൺഗ്രസ് നേതാവും സംസാരിക്കുന്നത് കാണുന്നില്ല. എനിക്കറിയില്ല പൂണൂല് ഉള്ള ആളാണെന്നോ, പൂണൂല് ആ പയ്യൻ തന്നെ പല വേദിയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് വേറെ ആരും സംസാരിക്കുന്നില്ല. ഇതിനൊക്കെ അധികാരം കൊടുത്തേക്കണ ആരാ? ഇവനൊക്കെ ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ തൊട്ട് തീണ്ടിയിട്ടുണ്ടാ. അവനെയും ഒരു അമ്മ പെറ്റ് ഇതുപോലെ ഒരു സഹോദരങ്ങളായിട്ട് കഴിയുന്നല്ലേ ഇത് കണ്ട സഹിക്കൂ? ഇതിനെ ഒരു ഇനിയിപ്പം ഉടനെ തീരുമാനം ഉണ്ടാവും. എന്തോന്ന് രക്ഷാപ്രവർത്തനം, തേങ്ങാക്കൊല, ഇതൊക്കെയാണ് ഇത് കാണിക്കാനുള്ളത്. ഇത് നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നത്. ഇത് ഇപ്പോഴൊന്നും മതിയാക്കരുത്. പലരും പല ന്യായവും പറയും. തിരുവനന്തപുരത്ത് നിന്നൊക്കെ വിളിക്കണ കമ്മ്യൂണിസ്റ്റുകാരന്മാരുണ്ടല്ലോ, എന്താ 2-3 ദിവസമായിട്ട് വിളിക്കാത്തത്? ഉത്തരം മുട്ടിപ്പോവും. മാങ്കൂട്ടത്തിന്റെ വിഷയം അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും തോക്ക് കുത്തിയിരുന്ന് വിളിക്കും. ഇതിനെക്കുറിച്ച് പറയാൻ അവനൊന്നും നാക്ക് പൊങ്ങൂല. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇത് കണ്ടാൽ സഹിക്കുന്നില്ല. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് സഹിക്കുന്നില്ല, വയസ്സായ ആൾക്കാർക്ക് സഹിക്കുന്നില്ല. ഇത് ചോദിക്കുന്നത് ശ്രീ ഉണ്ണികൃഷ്ണൻ. ശ്രീ വിജയനാണ്, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു അംഗീകരിക്കാൻ കഴിയുന്ന, ഒരു നാടിനും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പോലീസ് സംവിധാനമല്ല. അത്തരത്തിൽ ഒരു നടപടി പോലും ഇപ്പോഴും ഉണ്ടാവുന്നില്ല. നമസ്തേ സാറേ. നമസ്കാരം. എനിക്ക് ബാലകൃഷ്ണൻജിയെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ ഒക്കുന്നില്ല. കേരളത്തിൽ തന്നെ പറഞ്ഞേ പറ്റൂ. കാരണം വേറൊന്നുമല്ല, കാരണം അങ്ങനെ പറഞ്ഞേ പറ്റൂ സാറേ. ഇത് വലിയ ആളുകൾ വന്ന്, പോലീസുകാർ വന്നിരിക്കുന്നത്, ഇതാണോ കേരളം?
ഇതാണോ കേരളം? ഈ പറയുന്ന കേരളം ഇതാണോ സാറേ? ഓരോരുത്തര് ടോക്കൺ എടുത്തിട്ട് നിൽക്കുന്നതൊക്കെയല്ലേ സാറേ വന്നിരിക്കുന്നത്? ഒരു മനുഷ്യന് പോലീസുകാർക്ക് എന്തൊരു ധൈര്യം, എന്തൊരു മിടുക്കന്മാര് ഒരാളിനെ ഇട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് ഇരിക്കാൻ. എന്താണ് സാറേ ഇത്? ഇതൊക്കെയാണോ കേരളം? അയാൾ ചോദിച്ചത് ബാലകൃഷ്ണൻജി പറഞ്ഞതിന് സപ്പോർട്ട് ചെയ്തു. ഞാൻ സാറിനോട് വിരോധമൊന്നും ഇല്ലെന്ന് വിചാരിച്ച് സാറിന്റെ പരിപാടി അവതരിപ്പിക്കുന്നു എന്നുള്ളേ ഉള്ളൂ, വിരോധമൊന്നും കൊണ്ട് പറഞ്ഞതല്ല. പക്ഷെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല. ഓരോരുത്തർക്കും അഭിപ്രായങ്ങളെ സപ്പോർട്ട് ചെയ്യാനും തള്ളിക്കളയാനും ഒക്കെയുള്ള അവകാശം പൂർണ്ണമായിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും തീരുമാനമാണ് അങ്ങനെ ചെയ്യുന്നത്. അതിലൂടെ ചേരുന്നതാണല്ലോ നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, ഈ കാലത്തും ഇങ്ങനെയുള്ള പോലീസുകാർ, അതൊക്കെ കണ്ടിട്ടും കണ്ണടച്ചിരിക്കുന്ന പോലീസ് മേധാവിമാർ, അവരെ നയിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാർ, പുതിയ തലമുറയിൽപ്പെട്ട പോലീസുകാർ വന്നതിന് ശേഷം ഇതൊക്കെ കുറയുമെന്നായിരുന്നു നമ്മളുടെ ധാരണ. പക്ഷെ നിർഭാഗ്യവശാൽ അത് പഴയ പോലീസ് ആ രീതി തന്നെ തുടരുകയാണ്. സാർ, ഞങ്ങളുടെ വീടിനടുത്തെന്ന് വെച്ചാൽ ചൂത് കളിച്ചെന്നൊരു കാരണം പറഞ്ഞുകൊണ്ട് 18 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ അടിക്കാലിൽ ചൂരലിട്ട് അടിച്ച് അവൻ ഇന്ന് നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം സാർ? നിലത്ത് കുത്താൻ പറ്റുന്നില്ല കാല്. അതായത് ഈ ചൂരലിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ 7 തൊലി ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ഇത് ഷൂ പോലെ ഇങ്ങ് ഇളകി വരികയാണ്. ഇളകി വന്നതിന് ശേഷം എന്താ വെച്ചാൽ ഈ അരണക്കുഞ്ഞുങ്ങളുടെ അവസ്ഥയായിട്ട് ഈ കാല് നിലത്ത് തൊടാൻ പറ്റില്ല. അതുകൂടാതെ തന്നെ പഞ്ചസാര കലക്കി കുടിപ്പിക്കുക, നട്ടലിന് ഇടിക്കുക. സാർ, ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ പല സ്റ്റേഷനിലും നടക്കുന്നതിൽ ഒരെണ്ണം ഇങ്ങനെ പുറത്ത് വന്നെന്ന് മാത്രമേ ഉള്ളൂ സാർ. ഇത് അവസാനിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് കേരളത്തിലുള്ള ഓരോ ജനതയും അതിനകത്ത് തയ്യാറാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. പല സ്റ്റേഷനുകളിലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഈ CCTV ദൃശ്യം പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ നമ്മളും ഇതിൻ്റെ ഗൗരവം തിരിച്ചറിയില്ലായിരുന്നു. പോലീസുകാർ ആദ്യം പറഞ്ഞതുപോലെ ഇത് കള്ളപ്പരാതിയാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഒരാൾ പറഞ്ഞാലും അയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്, സ്വാഭാവികമായും സർക്കാരിനെതിരെ പറയുന്നതാണെന്നൊക്കെ ധരിക്കുമായിരുന്നു. ശ്രീ റഹീമയാണ് കോഴിക്കോട് നിന്ന് വിളിക്കുന്നത്. ശ്രീമതി റഹീമ, താങ്കൾക്ക് എന്താണ് ഈ പോലീസിൻ്റെ അതിക്രൂരമായ നടപടിയെക്കുറിച്ച് പറയാനുള്ളത്? എന്നിട്ടും അവർക്കെതിരെ നടപടിയെടുക്കാത്ത അധികാരികളും? നമസ്കാരം. നമസ്കാരം സാറ്. കേരള പോലീസ് എന്ന് പറഞ്ഞാല് ഏറ്റവും നല്ലൊരു പോലീസുകാരാണ് കേരളത്തിലുള്ളത്. സല്യൂട്ടാണ് കേരള പോലീസിന്. ബി സല്യൂട്ടാണ് ഞങ്ങൾ എല്ലാരും കൊടുത്തിരുന്നത് ഒരേ ഇതിനും. ഇത് കുന്നംകുളത്ത് വല്ലാത്തൊരു ഇതായിപ്പോയി പോലീസുകാര്. പക്ഷെ കുന്നംകുളം സ്റ്റേഷൻ നല്ല സ്റ്റേഷനാണ്, നല്ല ഇതുള്ള സ്റ്റേഷനാണ്. അവിടുത്തെ SP നല്ല ആളായിരുന്നു. പക്ഷെ അവിടെ വന്ന് ചാർജ് എടുത്ത ഈ പോലീസുകാർ കുറച്ച് ഗുണ്ടകളെ പോലെ തന്നെയാണ്. അതിപ്പോ എല്ലാരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സൈസ് ആയിപ്പോയില്ലേ. മുഖ്യമന്ത്രി സാറിനെ വരെ പറയിപ്പിക്കുന്ന ഒരു ഇതായിപ്പോയി. ആരെയും പറയിപ്പിക്കില്ലായിരുന്നു. അവർക്കെതിരെ നടപടി കൃത്യമായി എടുത്തിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ട് നടപടി ഈ പോലീസുകാർക്കെതിരെ മാത്രമല്ല, ഇവരെ സംരക്ഷിച്ച മേലധികാരികൾക്കെതിരെ അടക്കമാണ് നടപടി വേണ്ടത്. അവരൊക്കെ കണ്ടിട്ട് ഇതൊരു ട്രാൻസ്ഫറിൽ ഒതുക്കാവുന്ന പ്രശ്നമാണ്, ട്രാൻസ്ഫർ ഒരു പണിഷ്മെന്റ് ഒന്നുമല്ല, ഒതുക്കാവുന്ന പ്രശ്നമാണെന്ന് കണ്ടെത്തിയ പോലീസ് മേധാവികൾക്കെതിരെ നടപടി വേണം. അവരടക്കം ഇതിന് കുറ്റക്കാരാണ്. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ മടങ്ങി വരാം. പൊതുവേദിയിൽ ചർച്ച തുടരുകയാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന അതിക്രൂരമായ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നതാണ്. ഇപ്പോൾ സമയം ഇത്രയും ആവുന്നു. ഇപ്പോഴും ആ പോലീസുകാർ കാക്കിയിട്ട് തന്നെ സ്റ്റേഷനുകളിൽ ഡ്യൂട്ടിക്കുണ്ട്. അവർക്കെതിരെ നടപടി ഉണ്ടാവുന്നില്ല. ഇവരെ സംരക്ഷിച്ച പോലീസിലെ തലപ്പത്തുള്ളവർക്കെതിരെയും നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ശ്രീ പ്രസന്നാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് പറയാം. സാർ, ഈ പോലീസിൽ ക്രിമിനലുകൾ ധാരാളമുണ്ട്. അത് വളരെ ചുരുങ്ങിയ ആളുകളാണ്. ഹലോ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ട്. കേരള പോലീസിലെ ക്രിമിനലുകൾ കുറച്ചു പേരുണ്ട്, ചെറിയ ന്യൂനപക്ഷം. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ എങ്ങനെയെങ്കിലും നടപടിയെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ പുറത്താക്കാനുള്ള ഒരു സംവിധാനം കേരള ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. ഇത് നമ്മുടെ നാടിന് തന്നെ ഇങ്ങനെയുള്ള ഒരു ആപത്താണ്. കാരണം ഏത് ചെറുപ്പക്കാരനെയും കിട്ടിയാൽ ഇതുപോലെ കൊണ്ടുവന്ന് ക്രൂരമായി ആക്രമിക്കുക. കുന്നംകുളത്ത് നേരത്തെ തന്നെ ഒരു ദളിത് പയ്യനെ ആക്രമിച്ച സംഭവമുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ള നടപടികൾ പെട്ടെന്ന് നിങ്ങളുടെ ചാനൽ ഇങ്ങനെ ഒരു ചർച്ച വെക്കുന്ന തന്നെ വളരെ നല്ല കാര്യമാണ്. കാരണം ജനങ്ങളിൽ ഇത് എത്തുന്നുണ്ട്. അപ്പൊ ഇനിയും ഈ ചാനലിൽ ഇങ്ങനെയുള്ള നടപടികൾ തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മൊയ്തീനാണ് വിളിക്കുന്നത്. മൊയ്തീൻ കുഞ്ഞ് കായംകുളത്ത് നിന്നാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, ഒരുപാട് കാലമായാലോ, ഇപ്പോൾ വിളിയൊന്നും ഇല്ലേ? നമസ്കാരം കിരണേ.
നമസ്കാരം. ഇപ്പൊ എന്താ വിളിയൊന്നും കാണുന്നില്ല? ഒരു 4 മാസം നിങ്ങളുടെ ചാനൽ കിട്ടാതെ പോയി. ഒരാഴ്ച ആയതേ ഉള്ളൂ. ഞാനിപ്പോ വിളിക്കുന്നുണ്ട്. എന്താണ് ചാനൽ കിട്ടാതെ പോയത്? ഇവിടെ കംപ്ലീറ്റ് അവർക്കില്ല. ഏഷ്യാനെറ്റുകാർക്ക് കംപ്ലീറ്റ് ഇവിടെ കിട്ടാതെ. ACB-കാരോട് വിളിച്ചു പറഞ്ഞാലും മതി, അവർക്ക് തരണമെന്നാണ്. ചില സ്ഥലങ്ങളിലൊക്കെ അവർ തരാതിരിക്കുന്നതാണ്. അവരോട് വിളിച്ചു പറഞ്ഞാൽ അവർ കൃത്യമായി തന്നേ പറ്റൂ, തരണം. അങ്ങനെ തരുവോ? ഇനി പരാതി പറയാൻ ഇനി ഒരിടവും ഇല്ലായിരുന്നു. എന്തായിരുന്നാലും ഇപ്പൊ കിട്ടും. ഒരാഴ്ചയായി. ശരി, ഓക്കെ. താങ്കൾക്ക് വീണ്ടും പ്രതികരിക്കാൻ വന്നതിൽ സന്തോഷം ശ്രീ മൊയ്തീൻ. പറയൂ. ഓണാശംസകളുണ്ട്. ഓണാശംസ. പിന്നെ പി ശശി ആഭ്യന്തരമന്ത്രിയായി ഇരിക്കുന്നിടത്തോളം കാലം പി ശശി ആഭ്യന്തരമന്ത്രി അല്ല. പി ശശിയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്. ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ പേര് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എതിരെ ഒരു നടപടിയും കൈക്കൊള്ളുന്നില്ല. അവർക്ക് പ്രമോഷൻ കൊടുത്ത് കയറ്റുന്നതല്ലാതെ കണ്ട് ഒന്നും ചെയ്യത്തില്ല. ഇവന്മാരെ ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് ഇവന്മാരെ അരിക്കൊമ്പനെ നാട് കടത്തിയതുപോലെ ഇവന്മാരെ സർവീസിൽ നിന്നും പിരിച്ചു വിട്ട് നാട് കടത്തണം. അതാ ചെയ്യേണ്ടത്. എങ്കിലും ഞങ്ങളെപ്പോലുള്ളവർക്ക് ഈ നാട്ടിൽ കഴിയാനൊക്കത്തുള്ളൂ. ഇത് എന്തു വഴി കാണിക്കുന്നത്? ഇത് 21-ാം നൂറ്റാണ്ടായത്. ഇതൊന്നും ഇവർക്ക് അറിയത്തില്ലയോ? ഇത് എന്തൊരു കഷ്ടതയെ കാണിച്ചത്. അവരുടെ കരുത കടന്ന മാല വരെ ഊരി മാറ്റിയില്ലയോ? ഊണൂല് ഊരുന്ന കണ്ടില്ല, മാല ഊരുന്നുണ്ട്. ഇത് ഇന്നലെ മനുവായിരുന്നു ഇത് കൈകാര്യം ചെയ്തത്. കിരൺ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ മൊയ്തീൻ കുഞ്ഞ്. ശ്രീമതി ജയ ആണ് കൊല്ലത്ത്. ശ്രീമതി ജയ, ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയില്ല. അവരിപ്പോഴും കാക്കിയിട്ട് ശമ്പളം വാങ്ങി ജീവിക്കുന്നു. നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. എന്തൊക്കെ ആയി? ഓണമൊക്കെ ആയോ? ഓണമൊക്കെ ആയി. ഹാപ്പി ഓണം കിരൺ. തിരിച്ച് താങ്കൾക്കും കുടുംബത്തിനും നാട്ടുകാർക്കും ഒക്കെ ഓണാശംസകൾ. താങ്ക് യു. പിന്നെ ഇത് പോലീസ് രാജ് ഒന്നും അല്ല. ഇവന്മാരെയൊക്കെ ഉണ്ടല്ലോ എന്താ ചെയ്യേണ്ടുന്നത്? ഡിസ്മിസ് ചെയ്യണം. ഡിസ്മിസ് ചെയ്താൽ ഇവർക്ക് പെൻഷൻ കിട്ടുമോ? പെൻഷൻ കിട്ടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം ഇവന്മാരെ. നമ്മൾ വടക്കോട്ട് നോക്കി പറയും, അയ്യോ നോർത്ത് ഇന്ത്യയിൽ എന്തൊക്കെയാ നടക്കുന്നത്. ഇപ്പം തിരിച്ചായി, സൗത്ത് ഇന്ത്യയിലായി. ഈ കേരളത്തിലാണോ ഇതൊക്കെ? എന്തോ ഒന്നും മനസ്സിലാവുന്നില്ല. ഈ പോലീസ് ഗുണ്ടകളെ പിരിച്ചു വിടണം. പിരിച്ചു വിട്ട അവന്മാർക്ക് ഒരു ആനുകൂല്യം കിട്ടാത്ത രീതി. ഞാനും ഒരു അമ്മയാണ്, 30 വയസ്സുള്ള ഒരു മകന്റെ അമ്മയാണ് ഞാൻ. എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല. അപ്പം ഓരോ അമ്മമാർക്കും ഇത് വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുഞ്ഞിനെ കുനിച്ചിരുത്തി ഇരിക്കുന്ന ഇടി കണ്ടോ? അതുകൊണ്ട് ഇവന്മാരെ പറഞ്ഞു വിടണം. ഇനി സർവീസിൽ ഇരിക്കാൻ പാടില്ല കിരണേ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്, ശക്തവുമാണ്. ശ്രീ മൈക്കിളാണ്, തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മൈക്കിൾ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വിഷയത്തിൽ? നമസ്കാരം. ഇത് വളരെ മോശമായി പോയി. അത് പോലീസ് സേനയ്ക്ക് തന്നെ എന്താ പറയാ, നാണക്കേടാക്കി. ഈ ഓണം പോലീസ് സേനയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ ഇവർക്ക് അടിക്കാൻ പാടില്ല, കുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു അഭിമാനമുള്ള ഏത് പോലീസുകാരന്റെയും തല താഴ്ത്തിപ്പോവേണ്ട ദൃശ്യങ്ങളാണ്. അതെ. അവര് സത്യത്തില് ഓണം ആഘോഷിക്കരുത്. ഇനി പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ഗോവിന്ദചാമി പോലത്തെ കള്ളന്മാര്, ആനക്കള്ളന്മാര് വരുമ്പോ അവരങ്ങോട്ട് ഇവര് സൽക്കരിച്ച് കൊണ്ടുപോകണതും, അല്ലെങ്കിൽ എന്താ പറയാ, ഈ പോക്സോ കേസിൽ പിടിക്കുന്ന പ്രതികള്, അല്ലെങ്കിൽ കൊലപാതകങ്ങൾ ചെയ്യുന്ന ആളുകള്, അവരൊക്കെല്ലാം എടുത്തിട്ട് പെരുമാറുന്ന ആൾക്കാർ അത്യാവശ്യം കുന്നോളം സ്റ്റേഷനിലേക്ക് വിടും. കുന്നോളം സ്റ്റേഷനിൽ ആ 3, 4, 5 പോലീസുകാർക്ക് ഡ്യൂട്ടി കൊടുത്തിട്ട് ഇടിയാപ്പീസാക്കി മാറ്റാം നമുക്കത്. അല്ല, ഇവരെ ഉപയോഗിക്കേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിക്കണ്ടേ? പോലീസ് സേന ഇങ്ങനെ അത്രയും കഴിവുള്ള ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടെങ്കിലേ അത് ഈ വക കാര്യങ്ങൾക്ക് ഉപയോഗിക്കട്ടെ. ആ ഗോവിന്ദസ്വാമിയുടെ പോലത്തെ ആളുകളൊക്കെ ഇനി ഇല്ലാതിരിക്കട്ടെ. അല്ലാതെ ഈ യൂണിഫോം ഇട്ട് നടക്കുന്ന പോലീസുകാരെ പോലെ തന്നെ അതേ പ്രാതിനിധ്യം സമൂഹത്തിൽ ജനങ്ങള് രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരും ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയുള്ള ആളുകളാ. അപ്പൊ ഇത്രയും ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ആളെ പിടിച്ചിട്ട് ഒറ്റയ്ക്ക് 4-5 പോലീസുകാര് വട്ടിട്ട് തല്ലാന്ന് പറഞ്ഞാ അത് നാണക്കേടാ. അത് സദാചാര പോലീസ് എന്ന് വേണം പറയാനായിട്ട്. വളരെ വ്യക്തമാണ് ശ്രീ മൈക്കിൾ. ശ്രീ ജോസഫാണ്, ബാംഗ്ലൂരിൽ നിന്നാണ്. ശ്രീ ജോസഫ്, ഈ പുതിയ കാലത്തും ഇങ്ങനെയുള്ള ക്രിമിനലുകൾ കാക്കിയിട്ട് നിൽക്കുന്നു എന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഗുഡ് ഈവനിങ് കിരൺ. ഗുഡ് ഈവനിങ്. എനിക്ക് പറയാനുള്ളത്, പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള ഈ നാട്ടില് ഇതല്ല, ഇതിനപ്പുറം നടന്നാലും
ഒന്നും നമുക്ക് അതിശയം തോന്നുന്നില്ല. കാരണം ഡിവൈഎഫ്ഐക്കാര് യൂത്തുകാരുടെ തലയടിച്ചു പൊളിക്കുന്നതിന് ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് അഭിനന്ദിച്ച മുഖ്യമന്ത്രിയുടെ ആണ് ഈ ഡിപ്പാർട്ട്മെന്റ്. അത് സൈഡിലേക്ക് മാറ്റിവെക്കാം. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ഇത് പോലീസ് സ്റ്റേഷനുള്ളിൽ കണ്ടുപോയി ഇടിക്കുന്ന ഒരു സീൻ നമ്മൾ കാണുന്നു. അത് മാരകമായ ഇടിയ ഒരുത്തൻ കുലിച്ച് താഴോട്ട് ഇടിക്കുന്ന ഇടിയുണ്ട്. ആ ഇടി അദ്ദേഹത്തിന്റെ പെടലിക്കുമല്ലോ കൊണ്ടിരുന്നെങ്കിൽ സത്യമായിട്ട് അയാൾ മരിച്ചേനെ, അത് സംശയമില്ല. ഇതൊരു അറ്റംപ്റ്റ് ടു മർഡറായിട്ട് മാറുന്ന ഒരു മർഡറായി മാറിയേനെ. എനിവേ, ഇവിടെ നമ്മൾ പട്ടാപ്പകലെ ഈ അത് യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ, ഡിവൈഎഫ്ഐ ആയിക്കോട്ടെ, മറ്റേതെങ്കിലും സംഘടന ആയിക്കോട്ടെ, പോലീസുകാർ വളഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരുടെ തലയ്ക്ക് അടിച്ചു പൊളിക്കുന്ന സീനുകൾ ധാരാളം താങ്കൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു നിയമനിർമ്മാണമാണ് ആവശ്യമുള്ളത്. ഏതെങ്കിലും ഒരു പോലീസുകാരൻ അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ, അദ്ദേഹത്തിന്റെ ജീവന് പ്രശ്നമുണ്ടാകുന്ന അവസരത്തിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഈ പ്രതി എന്ന് പറയുന്ന ആളെ വെല്ലെ ആക്രമിക്കാൻ വേണ്ട സാഹചര്യം ഉണ്ടാവും. അല്ലാത്ത അവസരങ്ങളിൽ ഈ വളഞ്ഞു തിരിഞ്ഞ് ഇട്ട് അടിക്കുന്ന പോലീസുകാരെ അവരുടെ പേരിൽ ക്രിമിനൽ ചാർജ് എടുക്കുകയും ക്രിമിനലായിട്ട് സിവിൽ എന്നുള്ള ആൾക്കാർക്കെതിരായിട്ട് ചെയ്യുന്ന അതേ നിയമത്തിന് രണ്ടു വശം ഒരു മുഖമേ ഉള്ളൂ. അതേ നിയമം കൊണ്ട് തന്നെ അവരുടെ പേരെ കേസ് ചാർജ് ചെയ്യുകയും അവരെ കുറ്റവാളികളായിട്ട് വിചാരണ ചെയ്ത് തക്ക ശിക്ഷ കൊടുക്കുന്ന ഒരു നിയമം ഈ രാജ്യത്ത് വേണം. ഇപ്പം നമുക്ക് CCTV ക്യാമറയൊക്കെ ഉള്ള കാലമാണ്. സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു, പോലീസ് സ്റ്റേഷനുകളിൽ CCTV ക്യാമറകൾ വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ ഇല്ലാത്തതുകൊണ്ട് വർക്ക് ചെയ്യാത്തതുണ്ട്. അതിനൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ CCTV ക്യാമറയിൽ വരുന്നതാണ് ഈ പുറത്തിട്ട് വരുന്നതും. അങ്ങനെയുള്ള പോലീസുകാർക്ക് ശക്തമായ അവരുടെ നടപടി എടുക്കാനുള്ള ഒരു നിയമനിർമ്മാണമാണ് ഇവിടെ വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ജോസഫ് രാധാകൃഷ്ണനാണ് നീലേശ്വരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഇവരെ ഇപ്പോഴും സേനയിൽ വെച്ച് പൊറുപ്പിക്കേണ്ടതുണ്ടോ? സാർ, എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഈ സംഭവം നിങ്ങൾ ചാനലിൽ ഇങ്ങനെ കൂടുതലായി കാട്ടിക്കുന്നത് തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട്. കാരണം എന്നാൽ ഇത് ചാനലിൽ കൂടി മാത്രമേ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവും, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് പ്രത്യേക ഒരു അഭിനന്ദനം. ഇത്തരം കാര്യങ്ങൾ കേരള പോലീസിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ആദ്യമായിട്ട് ഒരു അഭിനന്ദനം നിങ്ങൾക്കുണ്ട്. മറ്റൊന്ന്, ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, കാരണം ഈ പോലീസിൽ എല്ലാം പോലീസല്ല, പല തരത്തിലുള്ളവർ ഇതിൽ പോലീസിലുണ്ട് എന്ന് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവരെയൊക്കെ പോലീസിൽ എടുത്തത് എങ്ങനെയാണെന്ന് പരിശോധിക്കണം. ഇവരെ ഫുൾ ഇത് സംഭവം മുഴുവൻ ഗവൺമെന്റ് ഇവരെ കുറിച്ചുള്ള കംപ്ലീറ്റ് പരിശോധിച്ചുകൊണ്ട് ഇവർക്ക് ഇനി ഈ ജോലിയിൽ തുടരാനുള്ള അർഹതയുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ മർദ്ദനമേറ്റ അവന്റെ വീട്ടുകാരില്ലെങ്കിൽ നമ്മൾ കേരളീയർ ഇത് കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നു. കാരണം ഏത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് മുഖം നോക്കേണ്ടതില്ല. ഇത് രാഷ്ട്രീയം ഇതിൽ ഇങ്ങനെ കണ്ടുകൂടാ. പലതരത്തിലുള്ള ഗവൺമെന്റ് ഭരണം വന്നാലും ഇത്തരത്തിലുള്ള പോലീസുകാർ പലപ്പോഴായിട്ട് ഈ ഗവൺമെന്റിനെ മോശം വരുത്തുന്ന രീതിയിൽ അന്നും ഇന്നും ഇത്തരത്തിലുള്ള പോലീസുകാർ കരുതിക്കൂട്ടി അല്ലെങ്കിൽ അവരുടെ എല്ലാ പ്രയോഗങ്ങളും ഈ മോശപ്പെട്ട എല്ലാ പ്രയോഗങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാകുന്നത്. ഇതിൽ ഒരു പൂജ കഴിക്കുന്ന ഒരു നമ്പൂരിയ അതുപോലെയുള്ള ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു പൂണൂല്, അയാളുടെ പൂണൂല് ഊരാൻ എന്താണ് ഇവർക്ക് അവകാശം? അയാൾ അങ്ങനെ കുരിച്ചു നിർത്തി ചെയ്യാൻ ആരാണ് ഇവർക്ക് അവകാശം കൊടുത്തത്? ഒരു സ്റ്റേഷനിൽ ഇവർ വിചാരിച്ചിരുന്നാൽ CCTV പുറത്ത് കാണൂല, ഞങ്ങൾ സത്യസന്ധരാണ്, ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല, അത് വെറുതെ ഒരു കള്ള പറ്റീഷനാണ് എന്നാണ് ആ വ്യക്തി പറഞ്ഞത് എന്നാണ് ജനങ്ങളെ മൊത്തം ബോധിപ്പിച്ചത്, നിങ്ങളെ പോലുള്ള ചാനലുകൾക്കും. പക്ഷെ ഇത് കണ്ടുപിടിച്ചത് എന്നാൽ അയാൾ വിവരാവകാശ പ്രകാരം ഇത് കൊടുത്തു, അതിന്റെ രീതിയിൽ ഇത് വെളിച്ചത്ത് വന്നു, ജനങ്ങളുടെ മുമ്പിൽ ഇത് വളരെ വ്യക്തമാക്കി. ഇനി നിയമ നടപടിയിലേക്ക് മുന്നോട്ട് പോകണം. ഇത് എല്ലാ ചാനലുകളും, നിങ്ങളുടെ ചാനൽ മാത്രമല്ല, നിങ്ങൾ പ്രത്യേക അഭിനന്ദനം ഇത് കൊണ്ടുപോകുന്നതുകൊണ്ട്. കാരണം അവന്റെ അമ്മയും അവരെ കുടുംബവും എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും നമുക്കറിയാലോ. അവന്റെ വാക്കുകൾ ജനങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ അവര് വിവരാവകാശ പ്രകാരം ഇത് കിട്ടിയത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഇത് വിശ്വസിച്ചത്. ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരാളുകളെ ഇങ്ങനെ മൃഗീയമായിട്ട് മർദ്ദിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് കേരളത്തിലല്ലേ? മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം ഇവിടെ പല ആളും പറഞ്ഞത്, മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം നമുക്കറിയണ്ട. ഇത് കേരളമാണ്. കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്പർ 1 സംസ്ഥാനമാണ്. ഇവിടെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പോകണം മുന്നോട്ട് എന്നുള്ളതൊക്കെ മാതൃകാ രീതിയിൽ മാതൃകാ പോലീസ് സ്റ്റേഷൻ എല്ലാം കൊണ്ടുവന്ന ഇവിടെ വളരെ വ്യക്തമാണ്. ശ്രീ രാധാകൃഷ്ണൻ നീലേശ്വരത്ത് നിന്നും. ശ്രീ ഹരിദാസ് ആണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ ഹരിദാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പോലീസുകാരെ ഇനിയും ഇങ്ങനെ ഈ സേനയിൽ വെച്ച് പൊറുപ്പിക്കേണ്ടതുണ്ടോ? ശ്രീ ഗിരീഷാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ഗിരീഷ്, താങ്കൾക്ക് പറയാം. സാറേ, ഞാൻ
ഒരു 5-6 വർഷം പോലീസിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ശരി. മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഞാനിതിലുള്ള താങ്കളുടെ കാലത്തും ഇങ്ങനെയൊക്കെ ആളുകളെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്ന പോലീസുകാരുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാൻ നിരപരാധികളെ മർദ്ദിക്കുന്നതിന് ഞാൻ എതിരായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാല്, അപ്പൊ ഇവര് പറയുന്നത് അങ്ങനല്ല, മർദ്ദിച്ചാണെന്ന്. അപ്പൊ ഇതിന്റെ യഥാർത്ഥ അടിസ്ഥാനമായ കാരണം എന്ന് വെച്ചാൽ ഈ മേലുദ്യോഗസ്ഥർ താഴെയുള്ള പോലീസുകാരോട് വളരെ പരുഷമായ ഭാഷയിലും തെറി വിളിച്ചും എടാ പോടാന്ന് വിളിച്ചും വളരെ മൃഗീയമായ ഇതിനകത്ത് കയറുമ്പോൾ ആരും ഇങ്ങനല്ല കയറുന്നത്. ഈ മേലുദ്യോഗസ്ഥർ ഇവരെ ഇങ്ങനെ ആക്കി മാറ്റുന്നതാണ്. ഈ മേളിലോട്ടുള്ള ഈ ഹൈറാർക്കിയിലുള്ള ഓരോ, ഇപ്പൊ SP തൊട്ട് മേളിലുള്ള DIG വിളിച്ച് തെറി വിളിക്കുന്നു, DIG തൊട്ട് മേളിലുള്ള DGP ഹോം സെക്രട്ടറി ഇച്ചിരിയുടെ മാന്യനാണ്. ബാക്കി ഈ കാക്കി ഇട്ടവരെല്ലാം ഈ ഹൈറാർക്കി വന്ന് താഴോട്ടുള്ളവരെ തെറി വിളിക്കുകയും അവരുടേതായ പാകത്തിലേക്ക് ഇതിനെ ഉരുട്ടിയെടുക്കുകയും ചെയ്യുന്നതാണ് ഇതിനകത്ത് യഥാർത്ഥ സംഭവം. ആൾക്കാരെ മാറ്റിയെടുക്കുന്നത് ഈ മേളിലോട്ടുള്ളവരെ തെറി വിളിയെ എന്തെങ്കിലും പ്രതികരിക്കുന്നവനെ വേറെ എങ്ങനെ രീതിയിൽ വേറൊരു കേസിൽ കൊടുക്കുക, ഇങ്ങനെയുള്ള അവനെ ഒറ്റപ്പെടുത്തുക. പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ മേലധികാരികളൊക്കെ താഴെ നിൽക്കുന്ന പോലീസുകാരെ, അല്ലെങ്കിൽ അവർക്ക് താഴേക്ക് മുകളിൽ നിന്ന് കിട്ടുന്നത് താഴോട്ട് അവർ തെറി വിളിക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ തെറിയൊക്കെ വിളിക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ വളരെ മൃഗീയമായ രീതിയിലാണ് ഇവരുടെ സംസാര ഭാഷയും ഈ ഇടപെടലും മാറ്റിയാൽ തന്നെ ഇതിൽ 90% മാറുമെന്നാണ് എന്റെ അഭിപ്രായം. കാര്യം ഇതിനകത്ത് ആരും ജനിക്കുമ്പോഴേ ഇങ്ങനെ കയറുന്നവരല്ല. ജനിക്കുമ്പോൾ നല്ല പാരമ്പര്യത്തിൽ, നല്ല കുടുംബത്തിൽ, നല്ല രീതിയിൽ വരുന്നവർ കയറുമ്പോൾ കയറി കഴിഞ്ഞ് ട്രെയിനിങ്ങും കഴിഞ്ഞ് ഇങ്ങനെ മാറുന്നതിന്റെ അടിസ്ഥാനമായ കാരണം, മെയിൻ കാരണം ഇതുമാണ്. പിന്നെ ട്രെയിനിങ്ങിന്റെ ഒരു സിറ്റുവേഷൻ, ട്രെയിനിങ്ങിൽ എന്ന് വെച്ചാൽ വളരെ എന്ന് വെച്ചാൽ അടിമകളുടെ കണക്കാണ് ട്രെയിനിങ്. ട്രെയിനിങ് എടുക്കുക പറയാം, നീ എനിക്കൊരു ചായ മേടിച്ചുകൊണ്ട് വേണം, ഇൻസ്പെക്ടർ പറയുവാണ്, അവൻ മേടിച്ചിരിക്കണം, മേടിച്ചില്ലെങ്കിൽ അവനെ വേറെ ഏതെങ്കിലും രീതിയിലാണ് പേപ്പറിൽ കയറ്റും, അവനെതിരെ നടപടികൾ വേറെ പല രീതിയിൽ. ഇതാണ് ഇവിടെ ചേർത്ത് സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇൻസ്പെക്ടർ പറയുകയാണ്, നീ എനിക്ക് ചായ മേടിച്ചോണ്ട് എന്ന് പറയുമ്പോൾ ട്രെയിനിൽ പോയിരിക്കണം. പോയില്ലെങ്കിൽ അവനെ വേറെ സാറിന് ചായ മേടിക്കാനല്ലോ ഞാൻ PSC വഴി കയറിയതെന്ന് പറഞ്ഞു പോയാൽ അത് മതി. അവൻ മരിക്കുന്നവരെ, സർവീസ് തീരുന്നവരെ അവനെ വേറെ ഏതെങ്കിലും രീതി ദ്രോഹിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സംവിധാനത്തിന്റെ പിഴവാണത്. ചായ മേടിക്കണമെന്ന് മേലധികാരി പറഞ്ഞാൽ പറ്റില്ല എന്ന് മേലധികാരിയുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയണം. അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തിന് പിഴവുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതെ, ഈ പ്രതികരിക്കുന്ന ഒരാളെ 2 പേരോ കാണുത്താറ്, അവരെ ഒതുക്കി അവരെ മാതൃകയാക്കും മറ്റുള്ളവർ മുമ്പിൽ. നീ പ്രതികരിച്ച നിന്റെ അവസ്ഥ ഇതാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. എന്നിട്ട് കേരളത്തിലെ ഭരണാധികാരികൾ കേൾക്കേണ്ടതാണ്. പോലീസ് സേനയിൽ ഇപ്പോഴും ഇങ്ങനെ വലിയ ഓഫീസർമാരടക്കം തെറിവിളിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം നാണക്കേടാണ് എന്നുള്ളത് പ്രധാനം തന്നെയാണ്. ഇങ്ങനെയൊക്കെ പോലീസുകാർക്ക് ഒരു സ്റ്റേഷനിൽ CCTV ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഒരാളെ ഇടിക്കാനുള്ള ധൈര്യം കിട്ടിയപ്പോൾ തന്നെ ആലോചിക്കണം എത്രത്തോളം ഞങ്ങൾക്ക് ഇതൊന്നും കൊണ്ടൊന്നും സംഭവിക്കാനില്ല. ഇപ്പോൾ ഇത് പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ, ഇനി അല്ലെങ്കിൽ ഈ പറയപ്പെട്ട വ്യക്തി മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇയാളുടെ പുറത്ത് കേസായനെ, ഇയാൾ ഈ ഇടിയെല്ലാം കൊണ്ട് കേസുമായി അയാൾ അകത്ത് കിടക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായേനെ. എന്തോ അയാളുടെ ഒരു ഭാഗ്യം കൊണ്ട് ആവണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും ശ്രീ ജോസഫ്, ക്ഷമിക്കണം, അടുത്ത ആളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. കുന്നംകുളത്ത് ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി തല്ലി ചതച്ച പോലീസുകാർ ഇപ്പോഴും അവർ തുടരുകയാണ്. അവർക്കെതിരെ നടപടികൾ ഉണ്ടാവുന്നില്ല. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മറ്റൊരു പ്രേക്ഷകനിലേക്ക് അഹമ്മദ് ബാവയാണ് മലപ്പുറത്ത് നിന്ന്. ശ്രീ അഹമ്മദ് ബാവ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം, പറഞ്ഞോളൂ. സർ, ഇത് ഇന്നലെയാണ് ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവസാന ടൈമിലാണ് കിട്ടിയത്. ഇത് ഇവരെ ഈ പോലീസ് ഗുണ്ടകളെ പിരിച്ചു വിടേണ്ടേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പിരിച്ചു വിടുക തന്നെ വേണം. ഇത് സ്ഥലം മാറ്റം കൊടുക്കുക, സസ്പെൻഷനിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ ശമ്പളം കിട്ടും. സ്ഥലം മാറ്റം, ഇപ്പോൾ ഒരു സ്ഥലത്ത് മോശം ചെയ്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് പറഞ്ഞേക്കാന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തുള്ളവരൊക്കെ മോശപ്പെട്ടവരാ. ഞാൻ ഒരിക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ടെലിഫോൺ ചെയ്ത് ഒരു പ്രശ്നം ചോദിച്ചപ്പോ പിന്നെ അയാള് എന്താ നിങ്ങളെ ആവശ്യം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു താങ്കളെ പേരെന്താന്ന്. അപ്പൊ തന്നെ ആ ഫോൺ എടുത്ത ആൾ എന്നോട് പറഞ്ഞ് പറയാൻ സൗകര്യമില്ല. അങ്ങനെയാണ് ചോദിച്ചോ, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കാണോ അതെ നിങ്ങളെ വീട്ടിലേക്കാണോ? സ്റ്റേഷനിലേക്ക് വിളിച്ച് എടുക്കുന്ന ആളുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ അത് പറയാനുള്ള ഉത്തരവാദിത്തം പോലീസുകാരനുണ്ട്. അതിനാണ് നമ്മുടെ നികുതി പണം കൊടുത്ത് ശമ്പളം കൊടുത്ത് പോലീസുകാരെ അവിടെ ഇരുത്തി. പക്ഷെ അയാൾ എന്നോട് പറഞ്ഞത് പറയാൻ സൗകര്യമില്ല എന്നാണ്. അടുത്ത ചോദ്യം എന്നോട് താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോ എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മദ്യപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും എന്റെ കൂടെ വന്ന് മദ്യപിക്കാനാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് ചോദിച്ചു. അങ്ങനെ അയാൾ ടെലിഫോൺ കട്ട് ചെയ്തു. പിറ്റേ ദിവസം ഞാൻ വിളിച്ചപ്പോൾ ഒരു വനിതാ പോലീസ് അവരാണ് എടുത്തത്. വളരെ മാന്യമായിട്ട് എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇത് സാറ് വരുമ്പോ CI വരുമ്പോ CIയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിക്കോളാം, നിങ്ങളെ തിരിച്ചു വിളിക്കൂട്ടോ എന്ന് പറഞ്ഞു. പിന്നെ എന്നെ തിരിച്ചു വിളിച്ചൊന്നുമില്ല. അങ്ങനെ DDP റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് എനിക്ക് പരിചയമുണ്ട്.
ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങളൊരു കാര്യം ചെയ്യ്, വിവരാവകാശ ഇതിൽ പ്രകാരം പോസ്റ്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ലെറ്റർ അയക്കാൻ പറഞ്ഞു. പിന്നെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു അത് പോട്ടെ, സാരമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനത് അങ്ങനെ ഒഴിവാക്കി. പിന്നെ എനിക്ക് ചാനലിന്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുത്താനുണ്ട്, അതും കൂടി കേട്ടിട്ട് ടെലിഫോൺ കട്ട് ചെയ്തോളൂ. ഇവർ ഈ വാഹനങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ പോലീസിൽ അതില് ഒരു SIO CIO ഉണ്ടെങ്കിൽ അവര് ആ ജീപ്പില് അല്ലെങ്കിൽ ആ വാഹനത്തിൽ ഇരുന്നിട്ട് പോലീസ് ഡ്രൈവറാണ് വാഹനത്തിന്റെ രേഖകൾ പരിശോധിക്കുന്നത്. ഒരിക്കലൊരു പോലീസ് ഡ്രൈവർക്ക് വാഹനത്തിന്റെ രേഖ പരിശോധിക്കാനുള്ള അധികാരമില്ല. അതിലൊക്കെ കൃത്യമായ വ്യവസ്ഥകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എല്ലായിടത്തും അതൊന്നും പാലിക്കപ്പെടുന്നില്ല. ഒരു വാഹനവും നിർത്തി ആളുകളോട് നിങ്ങൾ അതുകൊണ്ട് ഇറങ്ങി ചെല്ലാൻ തന്നെ പറയാൻ ഉള്ള അവകാശമില്ല. അവിടെ ചെന്നിട്ട് പോലീസ് ആ വാഹനത്തിനടുത്ത് ചെന്നിട്ട് വേണം ചോദിക്കേണ്ടത് എന്നടക്കം ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് പരിശോധിക്കേണ്ടത് എന്നടക്കം വ്യവസ്ഥകളുണ്ട്. പക്ഷേ വ്യവസ്ഥകളില്ലാത്തതല്ല ശ്രീ അഹമ്മദ് ബാവ പ്രശ്നം. ഈ വ്യവസ്ഥകൾ ചിലർ പാലിക്കാൻ തയ്യാറാവാത്ത ചില ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ശ്രീ അജിത്താണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ അജിത്ത്, ഇത്തരം ആളുകളെ ഇപ്പോഴും പോലീസ് സേനയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ സേനയ്ക്കും ഈ സർക്കാരിനും നാണക്കേടല്ലേ? ബഹുമാനപ്പെട്ട ന്യൂസ് 8 ചാനലിനോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഇത് രാഷ്ട്രീയക്കാർ ഇതൊരു കോൺഗ്രസ് പാർട്ടി ആയാലും ഇതൊരു വലിയൊരു വിഷയം എടുക്കുന്നതല്ല. ഏത് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴുള്ള അതിക്രമങ്ങൾ 100 കണക്കിന് തെളിവുകൾ തരാൻ ഞാൻ തയ്യാറാണ്. ഒന്നും കണ്ടെന്നില്ല. ഇപ്പൊ ചാനൽ ഒരു CCTV കണ്ടുകൊണ്ട് മാത്രം ഞാൻ രാഷ്ട്രീയക്കാരനല്ല. പോലീസ് സ്റ്റേഷനിൽ അവർ ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ആളെ മർദ്ദിക്കുക, പല സ്റ്റേഷൻ കത്തിയും കയറും ആളെ കെട്ടിത്തൂക്കാൻ വേണ്ടിയിട്ട് ഇവരെ സ്റ്റേഷനിലുണ്ട്. എന്റെ അടുത്ത് ആളുകൾ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പുറം ലോകം അറിയുന്നില്ല. ഇത് പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിലും അവിടെ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉണ്ടെങ്കിലും ഈ ഒരു ഒറ്റപ്പെട്ട സംഭവമില്ല. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് സംഭവങ്ങൾ പല പോലീസ് സ്റ്റേഷനിലും നടക്കുന്നുണ്ട്. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് രേഖപ്പെടുത്താണ്ടിരിക്കുക. കണ്ണൂരിൽ ഒരു ഗുണ്ടായുസം നടന്നിട്ട് അവരെ മാങ്ങാട്ടുള്ള KSC ക്യാമ്പ് കൊണ്ടുപോയി മർദ്ദിക്കുക. പക്ഷെ അധികം ആളും പരാതി പറയാത്തത് പോലീസ് ഇതിപ്പോ CCTV അവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ദൃശ്യം കാണുന്നത്. ഇത് കോൺഗ്രസ് പാർട്ടി ഭരിച്ചാലും മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചാലും പോലീസിന്റെ നയമൊന്നും മാറിയിട്ടില്ല. ഇത് യഥാർത്ഥ സത്യമാണ്. ഞാൻ 100 കണക്കിന് തെളിവ് തരാം. അത്രയും ആളെ ഇല്ലാത്ത കള്ളക്കേസുകളിൽ പോലീസ് തിരക്കൽ ചെയ്തും പോലെ ഉണ്ടാക്കി ഇറക്കുക. ഇത് വളരെ മലിനമായി ജനങ്ങൾ കാണുന്നത് കൊണ്ടാണ്. പോലീസിന് അനവധി ക്രിമിനലുകളുണ്ട്. ഈ സംഭവം CCTV ആയതുകൊണ്ട് ജനങ്ങൾ കാണുന്നു. പല സ്റ്റേഷനിലും കപ്പിയും കയറുകൊണ്ട് ആളെ കെട്ടിത്തൂക്കാൻ. അവർക്കെതിരെ പ്രതികരിക്കുന്നതാണ്. CCTV കൂടി വന്നില്ലായിരുന്നെങ്കിൽ ഇത്ര പോലും ഇത് ചർച്ചയാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളത് കൊണ്ട്. ശ്രീ ജേക്കബാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ജേക്കബ്, താങ്കൾക്ക് എന്താണ് ഈ ഇത്തരം പോലീസുകാരെയും അവരെ സംരക്ഷിക്കുന്ന ഉന്നത പോലീസ് മേധാവികളെയും സംവിധാനത്തെയും കുറിച്ചൊക്കെ പറയാനുള്ളത്? ഇത് കാണുമ്പോൾ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് കാണുന്നത്. രണ്ടാമത് അതിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, SI അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മസിലൊന്ന് വിരിക്കുന്ന ഒരു ഭാഗം അതിനകത്തുണ്ട്. SI അടിച്ചു കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ മസിൽ പിടിക്കുന്നത്. രണ്ടാമത്, സിവിൽ ഡ്രസ്സിൽ ഒരു ഉടുപ്പ് വേറെ കളർ ഇട്ടൊരു പോലീസുകാരൻ ആ മുട്ടുകൊണ്ടുള്ള ഇടി കണ്ടോ? എന്തൊരു ദയനീയമായ രംഗമാണിത്. ഇതിനകത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഒരു ഈശ്വര വിശ്വാസി ആയതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ആ പുള്ളി ഒരു അമ്പലത്തിലെ പൂജാരിയാണെന്ന, ആ ഈശ്വരൻ ഇത് കാണിച്ചതെന്നാണെന്ന് എന്റെ വിശ്വാസം. ഈശ്വര വിശ്വാസം ഇല്ലാത്ത ഇങ്ങനെയൊക്കെ മനുഷ്യൻ മൃഗമായ കഷ്ടം, ഇത് മൃഗത്തെക്കാൾ കഷ്ടമെന്ന് പറഞ്ഞൊരു സ്ഥിതിയാണിത്. ഇത് എങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത്? നമ്മുടെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. സത്യത്തിൽ പറയുന്നുണ്ടെ കരച്ചിൽ വരുന്ന എനിക്ക്. നികൃഷ്ടം. ശരി, അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടരും.
ശ്രീ സിബീഷ് ആണ് അങ്കമാലിയിൽ നിന്നും. ശ്രീ സിബീഷ്, ഈ ദൃശ്യങ്ങൾ നമസ്കാരം സാർ. പുറത്തു വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതിന്റെ ഭീകരത നമുക്കടക്കം ബോധ്യപ്പെട്ടത്. പക്ഷേ അപ്പോഴും അതൊന്നും ബോധ്യപ്പെടുന്നില്ല അധികാരികൾക്ക്. സാർ, ഇതേ സമാനമായ ഒരു അനുഭവസ്ഥനാണ് ഞാൻ. ഇപ്പൊ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ 2 മാസം മുമ്പ് 6-ാം തീയതി അങ്കമാലി SI ഒരു കാരണവുമില്ലാണ്ട് ഒരു സംഭവം കണ്ടു എന്നും പറഞ്ഞ് എന്നെ വിളിച്ചു കയറ്റിയിട്ട് എന്റെ കൊരിക്കലും എന്റെ നെഞ്ചത്തും കാലിലും ബൂട്ടിട്ട് അമർത്തി ഞെക്കി എന്നെ വളരെ അവശനാക്കി. ഞാൻ ആലുവ SPക്ക് പരാതി കൊടുത്തായിരുന്നു. ആലുവ SPക്ക് പരാതി കൊടുത്തതിന് പ്രകാരമായിട്ട് DSPക്ക് അന്വേഷണ ചുമതല വന്നു. ഇതുവരെയായിട്ടും ഇതിന് ഒരു നടപടി എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനിപ്പോ ഇന്ന് എന്റെ വക്കീലിനെ കണ്ടിട്ട് കോടതിയിലേക്ക് മൂവ് ചെയ്യാണ്. CCTVയുടെ ദൃശ്യങ്ങൾ ചോദിച്ചിട്ട് ഇവർക്ക് തരാൻ പറ്റില്ല എന്ന് പറയണം. ഇവർ പറയുന്നത് കോടതിയിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന മറ്റു വ്യക്തികളുടെ സ്വകാര്യതയ്ക്കുള്ള ഒരു കടന്നുകയറ്റം ആയതുകൊണ്ട് ആ CCTVയുടെ ദൃശ്യങ്ങൾ തരാനാവില്ല എന്ന്. പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഇത്ര സ്വകാര്യമായ ആളുകളാണോ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്? അതെനിക്കറിയില്ല. അവിടെ എന്ത് സ്വകാര്യത നടക്കണമെന്ന് നമുക്കറിയാൻ പാടില്ല. പോലീസ് സ്റ്റേഷൻ സ്വകാര്യതയുടെ ഇതാണോ എന്ന് നമുക്കറിയാൻ പാടില്ല. അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. അവിടെ ഇരിക്കുന്ന ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ ആള് വന്ന ആളുകളെ കേസിന്റെ ഒരു വാല്യൂവോ മറ്റോ അന്വേഷിക്കാണ്ട് ക്രൂരമായിട്ട് ചതിക്കുന്ന ഒരു പ്രവണതയാണ് അദ്ദേഹത്തിന്റെ. ഇപ്പൊ എനിക്ക് പല സമ്മർദ്ദമുണ്ട്, പല സ്ഥലത്തുനിന്ന് ഭീഷണിയുണ്ട്, സമ്മർദ്ദമുണ്ട്, കേസ് പിൻവലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ആ സമ്മർദ്ദത്തിൽ വീഴരുത്, താങ്കൾ അതിൽ ഉറച്ചു നിൽക്കണം. സമ്മർദ്ദത്തിൽ വീഴില്ല. എനിക്ക് പല സമ്മർദ്ദങ്ങൾക്കെതിരെ നടപടിയെടുത്ത് അവരെ സേനയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സംവിധാനത്തിലേക്ക് നീങ്ങാൻ കഴിയണം. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒരു ആശ്ചര്യം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നേരിട്ട ക്രൂരത. പോലീസിന്റെ അദ്ദേഹം നിയമസഭയിൽ ചോര പുരണ്ട കുപ്പായം പൊക്കിപ്പിടിച്ച ആളാണ്. ഈ ആള് മുഖ്യമന്ത്രി കസേരയിലും ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ ഇതേപോലുള്ള ക്രൂര പീഡനം നാട്ടുകാർക്കെതിരെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇത് കണ്ണൂർന്ന് കാണാൻ സാധിക്കുന്നില്ല? ഇത്രയും വലിയ ഒരു അനുഭവസ്ഥൻ അദ്ദേഹത്തിന് കഴിഞ്ഞ് വേറെ ഒരു ഉദാഹരണമുണ്ടോ നമുക്ക് കേരളത്തില്? ഇതേപോലെ കൊടിയ പോലീസിന്റെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള മനുഷ്യരാണ് കേരളം ഭരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ കേരളത്തിന്റെ തലപ്പത്തിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവരുത്. അവിടെ ഒരു വലിയ തിരുത്തലുകൾ വേണം, വലിയ ഇടപെടലുകൾ വേണം എന്ന് ഏത് മനുഷ്യനും ആഗ്രഹിക്കും. അത് സ്വാഭാവികമാണ്. ശ്രീ മനോഹരനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ മനോഹരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടോ എന്നുള്ളതായി ചോദിക്കേണ്ടത്. കാരണം ഭരിക്കുന്നത് മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി. എന്നിട്ട് ഇങ്ങനെ കണ്ടിട്ടും മുഖ്യമന്ത്രി പറയുന്ന ഇതിന്റെ കാര്യത്തിലല്ല, മുഖ്യമന്ത്രി മുമ്പേ നടന്ന സംഭവങ്ങളിൽ അത് സുരക്ഷാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്, നല്ല പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണെന്നാ പറഞ്ഞത് പല കാര്യങ്ങളിലും. ഈ മുഖ്യമന്ത്രിയല്ലേ ഇതിന്റെ ഉത്തരവാദി ആവേണ്ടത്? മുഖ്യമന്ത്രി നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ആവുമായിരുന്നോ? സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിലിരിക്കുന്ന ഒരു സ്ഥലത്ത് വീഴ്ച വന്നാൽ ആ വീഴ്ചയ്ക്കെതിരെ നടപടിയെടുത്ത് തിരുത്തി മാതൃക കാണിക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എറണാകുളത്ത് നിന്നും ശ്രീ രാധാകൃഷ്ണനാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് പറയാം. ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞോളൂ. ഞാൻ പോലീസിനെ കുറിച്ചാണ്. പോലീസ് അതായത് ഇപ്പോഴത്തെ ഈ ഭരണം തുടങ്ങിയതിന് ശേഷം പോലീസ് ഭയങ്കര ക്രിമിനലായിട്ട് പെരുമാറണം. ഒരു സ്റ്റേഷനിൽ ചെന്നാലും ചെല്ലുന്ന ആൾക്കാർ ഇതിപ്പോ CCTV ഉള്ളതുകൊണ്ട് അതിന്റെ അകത്ത് കണ്ട്, പക്ഷെ പുറത്ത് റോട്ടിൽ പോലും വാഹന ചക്കിരിക്കുന്ന ചില SIമാരും പോലീസുകാരും മർദ്ദിക്കണേണ്. ഇവർക്ക് എന്താ അധികാരവും മർദ്ദിക്കാനുള്ളത്? കുറ്റം ചെയ്യുന്ന കോടതി പറയണ്ടേ? കോടതിയിലെ ഒരു കുറ്റവാളിന്ന് കണ്ടെത്തണ്ട്. അപ്പൊ ഇവര് അവിടെ വെച്ച് തന്നെ തീരുമാനിക്കണേണ്. മിക്ക ആൾക്കാരും കൈക്കൂലിയും ഇതുമായിട്ടാണ് പോലീസ് മിക്ക സ്റ്റേഷനുകളിലും. കൈക്കൂലി, ഈ മദ്യപാനികളെ, ഈ മയക്കുമരുന്ന് മാഫിയനെ സപ്പോർട്ട് ചെയ്യണ്, കൈക്കൂലി വാങ്ങണ്. ഇതാണ് ഇവിടെ നടന്നത്. ഇപ്പൊ മരട് സീനെ തന്നെ പിടിച്ചാൽ കണ്ട അയാൾ എത്ര ഇതായിട്ടിരുന്ന. അതുപോലെ പല സ്റ്റേഷനുകളിലും പലരും കൈക്കൂലിയും ഈ ഗുണ്ടകളുമായിട്ടുള്ള ബന്ധങ്ങളാണ്. പക്ഷെ ഇവരുടെ മേലിൽ ചോദിക്കാനോ പിടിക്കാനോ ഒരു നിയമവും പാലിക്കാത്ത ഇതാണ് പോലീസുകാർ. പോലീസുകാർക്ക് നിയമമൊന്നും ബാധകമല്ല. അവർ ഈ ജനങ്ങൾക്ക് മിക്ക ഇതിനകത്ത് വന്നാലും അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ ഇതില്ലെങ്കിൽ ജനങ്ങൾക്കെതിരെ തിരിയും. ഇവരുടെ ഇതങ്ങനെയാണ് മിക്ക സ്റ്റേഷനിൽ. ഇത് ചോദിക്കാനോ മേലിലെ അധികാരിക്ക് പരാതി കൊടുത്താലോ ഒക്കെ ഇവരെ സപ്പോർട്ട് ചെയ്തു പോകും. അപ്പൊ ഇതിന് സർക്കാരിന് നല്ലൊരു സപ്പോർട്ടും ഉണ്ട്. സർക്കാരിന് വളരെ വ്യക്തമാണ് ശ്രീ രാധാകൃഷ്ണൻ. എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിച്ച പ്രേക്ഷകരെല്ലാവരും ഏക അഭിപ്രായമായിരുന്നു. ഇങ്ങനെയല്ല ഒരിക്കലും പോലീസ് ആവേണ്ടത്. ഇങ്ങനെയുള്ളവരെ പോലീസ് സേനയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ കേരളത്തിന് നാണക്കേടാണ്. ഇവർക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടാവണം. ഇത്ര കാലവും ഈ CCTV ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതിന് എത്രയോ മുമ്പ് കണ്ട
ഈ പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന മേധാവികളുണ്ട്. അവരൊക്കെയും ഇവരുടെ തെറ്റിന് ഉത്തരവാദികൾ തന്നെയാണ്. അവരൊക്കെ അന്ന് ഈ തെറ്റ് മറച്ചു പിടിക്കുകയായിരുന്നു. ഇപ്പോഴും ദൃശ്യങ്ങൾ പുറത്തു വന്ന് 24 മണിക്കൂറായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായില്ല. മാതൃകാപരമായ നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്വം സ്വാഭാവികമായും സർക്കാരിനുണ്ട്. എന്തായാലും ആ തരത്തിൽ തന്നെയാണ് മഹാഭൂരിപക്ഷം എല്ലാ പ്രതികരണങ്ങളും വന്നത്. അത് കേരളത്തിൻ്റെ പൊതുസമൂഹം ഇപ്പോഴും ഇത്തരം തെറ്റുകളെ, ഇത്തരം ഗുണ്ടായിസത്തെ അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. എന്തായാലും എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിക്കുന്നു. നാളെ പൊതുവേദി പൂർണ്ണമാകുന്നു.